ഇന്ന് മാധവക്കുട്ടിയുടെ ഒന്നാം പിറന്നാളാണ്. അപ്പം ഞങ്ങളൊരു കുഞ്ഞ് സദ്യ ഒരുക്കിയിട്ടുണ്ട്. ഇല ഇട്ടപ്പോൾ തന്നെ അവളതൊക്കെ എടുത്തുകൊണ്ട് പോയി. മാധവക്കുട്ടിക്ക് വേണ്ടി പരിപ്പ്, പപ്പടം, ഓലൻ, കിച്ചടി, അവിയൽ, മോരുകൂട്ടാനൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എരിവ് കുറവായതുകൊണ്ട് ഒക്കെ കഴിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അങ്ങനെ അമ്മ ഇലയിട്ടിട്ട് എല്ലാ കറികളും അതിൽ വിളമ്പി മാധുവിനെ എൻ്റെ തന്നിരിക്കുകയായിരുന്നു. അവൾ അവിടെ ഉണ്ടെങ്കിൽ ഇതൊന്നും വിളമ്പാനായിട്ട് സമ്മതിക്കത്തില്ല. അങ്ങനെ എല്ലാം വിളമ്പി കഴിഞ്ഞ് അമ്മ മാധുവിനോട് വാ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. അവളാണെങ്കിൽ അവിടെ ഇരിക്കുക ഇങ്ങനെ സംശയത്തിൽ ഇത് എനിക്ക് തന്നെയാണോ എന്നുള്ള മട്ടിൽ. അങ്ങനെ അമ്മ അവൾ അവിടെ പിടിച്ചിരുത്തി എല്ലാ കറികളും അവൾ സൂക്ഷിച്ച് നോക്കി. എന്നിട്ട് എന്ന് വെക്കുന്നുണ്ടായിരുന്നു. ഇത് അവൾക്ക് തന്നെയാണോ എന്നുള്ള സംശയത്തിലായിരിക്കും. അങ്ങനെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പപ്പടത്തിൽ തന്നെ അവൾ തുടങ്ങി. പിന്നെ അമ്മ അടുത്തിരുന്നിട്ട് അവൾക്ക് ഓരോ ഉരുള വാരി കൊടുക്കുമായിരുന്നു. അങ്ങനെ അമ്മ ഓരോ ഉരുള കൊടുക്കുമായിരുന്നു. അതിനിടയ്ക്ക് അമ്മയ്ക്ക് പപ്പടം കൊടുക്കുന്നുണ്ടായിരുന്നു, ഏത്തൊക്കെ വീണത്. അപ്പം ഞാൻ ചോദിച്ചു അമ്മയ്ക്കില്ലേന്ന് ചോദിച്ചപ്പം അവിടെ ഇരുന്ന ഒരു പപ്പടം എടുത്ത് നേരെ എനിക്ക് നീട്ടി അവൾ. അങ്ങനെ മാധു ഊണ് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പം സർപ്രൈസായിട്ട് മാധുവിൻ്റെ 2 ചേട്ടന്മാർ വന്നു. പെട്ടെന്ന് ഒച്ച കേട്ടപ്പോൾ അവരെയും നോക്കി കുറച്ച് നേരം അവിടെ ഇരുന്നു. ചേട്ടാന്നൊക്കെ വിളിച്ചു. അങ്ങനെ ചേട്ടന്മാർ അവൾക്ക് 2 മഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് മഞ്ച് വലിയ ഇഷ്ടമാണ്. അങ്ങനെ മൂത്ത ചേട്ടൻ അവൾക്ക് മഞ്ച് കൊടുത്തു. ഇപ്പോൾ രണ്ടാമത്തെ ചേട്ടനെയും മഞ്ചിരിക്കുന്നതുകൊണ്ട് അവൾ അങ്ങോട്ട് നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ ശബരിക്കുട്ടനും മാധുക്കുട്ടിക്ക് മഞ്ച് കൊടുത്തു. പിന്നെ അവൾക്ക് ഊണ് കഴിക്കാൻ മടിയായിരുന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും ആ മഞ്ചൊന്ന് പൊട്ടിച്ച് കഴിച്ചാൽ മതിയെന്നായി. പിന്നെ ചെറിയൊരു സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൊടുക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.